നമസ്കാരം. ആരോഗ്യ കാരണങ്ങളാൽ ഇടക്കാല ജാമ്യം 7 ദിവസത്തേക്ക് കൂടി നീട്ടണമെന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഇതനുസരിച്ച് ജൂൺ 2-ാം തീയതി തന്നെ അരവിന്ദ് കെജ്രിവാളിന് തിഹാർ ജയിലിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. എന്തായാലും ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സ്വാതന്ത്ര്യം നൽകിയതിനാൽ തന്നെ ഹർജി നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി രജിസ്ട്രി അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. ഇന്നലെയും അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു. എന്തായാലും കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതൊരു അതിബുദ്ധി തന്നെയായിരുന്നു. കാരണം ഈ ജൂൺ 1-ാം തീയതി പഞ്ചാബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് 7-ാം ഘട്ടത്തിൽ. അവിടെ കൂടി വളരെ വ്യാപകമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിറഞ്ഞു നിൽക്കാം എന്നുള്ള ഒരു തന്ത്രം കെജ്രിവാളിനുണ്ടായിരുന്നു. മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം അല്ലെങ്കിൽ ആ വേളയിൽ താൻ പുറത്തുണ്ടാവണം എന്നുള്ള ഒരു പിടിവാശി അരവിന്ദ് കെജ്രിവാളിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അനാരോഗ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഇടക്കാല ജാമ്യം നീട്ടാനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ചിരിക്കുന്നത്. INDA മുന്നണി യോഗം 1-ാം തീയതി ചേരുന്നു എന്ന് നമുക്കറിയാം. ഇതുപോലും അരവിന്ദ് കെജ്രിവാൾ പിറ്റേ ദിവസം തന്നെ തിഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടി വരും എന്നത് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. പക്ഷേ കെജ്രിവാൾ ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞ വാചകങ്ങൾ പോലും മറന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകമായ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് എന്ന് പ്രത്യേകമായി സുപ്രീം കോടതി പറഞ്ഞിരുന്നു. കെജ്രിവാളിന് മാത്രമല്ല, മറിച്ച് ഇപ്പോൾ സുനിത കെജ്രിവാളിന് കൂടി ഒരു പുതിയ കുരുക്ക് വന്നിട്ടുണ്ട്. ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകനായ വൈഭവ് സിംഗ് ദില്ലി ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി കൂടി ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുകയാണ്. റോസ് അവന്യൂ കോടതിയിലെ പ്രത്യേക ജഡ്ജി കാവേരി ബാബ്ജിക്ക് മുൻപാകെ മാർച്ച് 28-ാം തീയതി അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കിയപ്പോൾ നടന്ന കോടതി നടപടികളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. അന്ന് കോടതിയിൽ കെജ്രിവാൾ കേസുമായി ബന്ധപ്പെട്ട തന്റെ ഭാഗം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ സഖ്യമായ INDAയ്ക്ക് തന്നെ തലവേദനയാകുന്ന തരത്തിലുള്ള ചില തിരിച്ചടികളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ മാത്രമായിരുന്നു മുൻപുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് സുനിത കെജ്രിവാളിലേക്ക് കൂടി നീണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.